നമ്മുടെ വീട്ടിലെ റിമോട്ട് ടി വിയുടെ റിമോട്ട് ചീത്ത പോയാൽ സാധാരണ എല്ലാവരും പുതിയൊരു റിമോട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ റിമോട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇതിനകത്തൊരു ബോർഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആദ്യം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ പ്രസ്സിങ്ങാണ്. ഇതിങ്ങനെ സാവധാനം സൂക്ഷിച്ചിങ്ങനെ അകത്തണം. അകത്ത് അതിനൊരു വെട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സാവധാനം വേണം അത് അകത്തിയെടുക്കാൻ. അത് സാധാരണ എല്ലാ സൈഡും ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ എല്ലാ സൈഡും ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതേപോലത്തെ സ്ക്രൂ ഡ്രൈവർ ചെറിയ സ്ക്രൂ ഡ്രൈവറുണ്ട് അതുപയോഗിച്ച് ഇങ്ങനെ സാവധാനം ഇങ്ങനെ മെല്ലെ അകഴ്ത്തി ഇങ്ങനെ സാവധാനത്തിൽ അകഴ്ത്തി എന്നിട്ട് അത് ഇളകി ഇങ്ങനെ ഇളകി വരും. ഇളകി വരുമ്പോൾ ഇതിനകത്ത് ഇതേപോലെ ഒരു ബോർഡ് കാണും റിമോട്ടിനകത്ത്. ഈ ബോർഡിൽ നിറയെ അഴുക്ക് പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബട്ടൺസ് ഇതിൽ പ്രസ് ആവുന്നതനുസരിച്ചാണ് ആ റിമോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള അഴുക്ക് ക്ലീൻ ചെയ്യുന്ന നമ്മൾ WD-40 പെട്രോളോ അല്പം ഇതേപോലെ ഒരു പഞ്ഞി എടുത്തിട്ട് ഇയർബഡ് ആയാലും മതി, അല്ലെങ്കിൽ ഒരു പഞ്ഞി കഷ്ണം ആയാലും മതി. അതിൽ അല്പം WD-40 ഇങ്ങനെ അടിക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലിങ്ങനെ സാവധാനം അല്പം അടിച്ചു കൊടുത്താൽ മതി. ചെറുതായിട്ട് അടിക്കാമോ, അല്ലെങ്കിൽ ഇത് ഒലിച്ച് താഴെ ഇറങ്ങിക്കളെ. ഇപ്പം അതിൻ്റെ മുകളിൽ മാത്രം, ആ ബോർഡിൻ്റെ മുകളിൽ മാത്രം പറ്റും. എന്നിട്ട് ഇയർ ബഡ് കൊണ്ട് അതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. സാവധാനം ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അഴുക്കങ്ങ് പോകും. ഇതേപോലെ സാവധാനം ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇയർ ബഡിൽ ഇതാണ്ട് ഇതിൻ്റെ അഴുക്കെല്ലാം ഇയർ ബഡിൽ പിടിക്കും. ആ സ്ക്രൂ ഡ്രൈവർ കയറ്റി തുറക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അല്പത്തെ അകത്ത് എടുക്കണം. നേരത്തെ ഞാൻ കാണിച്ചത് മാതിരി. എന്നിട്ടിത് സാവധാനം തന്നെ ഇതുണ്ട് ഇതിൽ അഴുക്ക് ഇതിൽ പിടിച്ച് WD-40 പെട്രോളും എല്ലാം എളുപ്പം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഈ ബട്ടൺസിലുള്ള അഴുക്കെല്ലാം എന്തെങ്കിലും ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ആദ്യം ഇരുന്നത് മാതിരി പ്രസ്സിങ്ങാണ്, അതുകൊണ്ട് എളുപ്പമുണ്ട്. പ്രസ് ചെയ്ത് അങ്ങ് അടച്ചാൽ മതി. അതിൻ്റെ പൊസിഷനെല്ലാം അതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടഞ്ഞു, പ്രസ് ചെയ്ത് അടഞ്ഞു. ഇനി നമുക്ക് ടി വിയിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലീൻ ചെയ്ത റിമോട്ട് അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനകത്തുള്ള ഈർപ്പമെല്ലാം ഉണങ്ങി പോകണമല്ലോ. ഇപ്പോൾ ആവശ്യമുള്ള നമ്പർ അടിച്ചാൽ ഉടനെ അത് മാറും. 5 അടിച്ച് വന്നു. നേരത്തെ ഇതൊന്നും വരില്ലായിരുന്നു. ഇപ്പോൾ 6 അടിച്ച് വന്നു. 9 അടിച്ചു. 9 അടിച്ചു. ഇപ്പോൾ എല്ലാ നമ്പേഴ്സും ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ ഇത് കിട്ടില്ലായിരുന്നു ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ്. 7 അടിച്ചു വന്നു. 3 അടിച്ചു വന്നു. ഇപ്പോൾ എല്ലാം നമ്പേഴ്സും വരുന്നുണ്ട്.